എന്താ നിന്റെ പേര്? ജോസ്. നീ എവിടെ വെച്ചാ ജോർജ് കുട്ടിയെ കണ്ടത്? അതൊക്കെ പറയാം സാറേ, എനിക്കെന്ത് തരും? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിത്തിരി കാശ് വേണം സാറേ. എത്ര? ഒരു 5 ലക്ഷം. ഞാൻ പറഞ്ഞില്ലേ തട്ടിപ്പാ കുട്ടികളെ. ഓഗസ്റ്റ് 4-ാം തീയതി വെളുപ്പിന് 3:30 ജോർജ് കുട്ടി ഒരു കൈക്കോട്ടുകാട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സാറേ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനും അളിയനും വഴക്കുണ്ടാക്കുന്നത് രാത്രി 12:30. കൈ കിട്ടിയ കമ്പ്യൂട്ടർ വെച്ച് ഞാനൊരു അടി വെച്ച് കൊടുത്തു. ആളെങ്കിൽ എത്തുപോയി. പേടിച്ച് ഞാനങ്ങ് ഓടി. ആ ഓട്ടത്തിനിടയ്ക്കാണ് ഇത് കാണുന്നത്. ഞാനൊരു തട്ടിപ്പുകാരനല്ല സാറേ. അയാള് സൈക്കിളിലല്ലായിരുന്നു വന്നത്? അല്ല, ജീപ്പിലാ. ജീപ്പ് റോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി കണ്ട് പോലീസ് ജീപ്പാന്ന് കരുതി ഞാനൊന്ന് പേടിച്ചായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല സാറേ. കാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ശരി, ഒരു 10,000 രൂപ എങ്കിൽ തരും. അത് പോരാ സാറൊന്നും വിചാരിക്കരുത്. തകർന്നു പോയ എൻ്റെ കുടുംബത്തെ ഒന്ന് നേരെയാക്കണം. അതിന് എനിക്ക് 5 ലക്ഷം രൂപ തന്നെ വേണം. കാശ് തരാതെ നിന്നെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാനാ നോക്കട്ടെ. സാറെന്നെ എന്ത് വേണം ചെയ്തു. ഒരു സാർ ഇടിമടിച്ച് അറുപ്പൊക്കെ മാറിയതാ. എനിക്കൊരു അബദ്ധം പറ്റിയ സാറേ. ഞാനൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. ആ ജോർജ് കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടിയത്. ഫിലിപ്പേ, പണം ഞാൻ തരാം, പക്ഷെ 2-3 ദിവസം സമയം വേണം. അതുവരെ നീ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. അതല്ല, ഇനി അഭ്യാസം എടുക്കാനാണ് നിന്റെ പരിപാടി. മുമ്പ് അഭ്യാസം എടുക്കാൻ ഞാൻ അത്ര മണ്ടല്ല സാറേ. ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഇനി പറ, നീ എവിടെയാ ജോർജ് കുട്ടിയെ കണ്ടത്? സാറിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. അന്നാ പോലീസ് സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അതിനകത്തുനിന്ന് ജോർജ് കുട്ടി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. നീ വടക്ക് നടക്കുന്നതാ. No. Now it makes sense. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. സാറിനെ വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ട്. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയില്ല.